ആധുനിക ഇസ്ലാം മത വിമർശനങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇസ്ലാം സമം തിന്മ എന്നതാണ്. ഇസ്ലാം പറഞ്ഞോ എങ്കിൽ തിന്മയാണ്. എന്തു നല്ല കാര്യമാണെങ്കിലും നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുട്ടിയെ, ചെറിയൊരു കുട്ടി ഒപ്പമിരുന്ന് പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവന്റെ കൈ ഇങ്ങനെ പാത്രത്തിൽ പലയിടത്തായി ചിതറിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാൻ, നബിയാൻ, ജനങ്ങളുടെ നേതാവാണ്, രാജ്യത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരാണ്. സഹാബികൾ അവരുടെ നേതാവാണ്, സേനാനായകനാണ്, ഭർത്താവാണ്, സ്ഥാനമാനങ്ങളുള്ളവരാണ്, പദവികളുള്ളവരാണ്. ചെറിയ കുഞ്ഞ്, നീ എന്തിനാണ് എൻ്റെ പ്ലേറ്റിൽ കൈയിടാതിരുന്നത് ചോദിച്ചില്ല. അവിടുന്ന് വളരെ മാന്യമായി, വളരെ ഒരു ചെറിയ കുട്ടിയോട് അവിടുന്ന് പറഞ്ഞു, യാ ഗുലാം, പൊന്നുമോനെ, യാ ഗുലാം ശമ്മില്ല, ബിസ്മി ചൊല്ലുമോനെ, വകുൽ ബിയമീനിക്, വലത്ത് കൈ കൊണ്ട് കഴിക്കുമോനെ, വകുൽ മിമ്മാ യലീക്, നിന്റെ അടുത്തുള്ളത് കഴിക്കുമോനെ. നമുക്ക് ഇത് കേട്ട് കഴിയും, എന്താ ഇതിലൊരു പ്രശ്നമുള്ളത്? എത്ര നല്ല ഒരു സ്വഭാവമാണത്. ഒരു കുഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കും, ചെറിയ കുട്ടിയാണ്, മര്യാദകൾ അറിയില്ല, എത്ര മാന്യമായി മര്യാദ പഠിപ്പിച്ചു കൊടുത്തു. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരാൾ പറയും, കണ്ടില്ലേ ബിസ്മി ചൊല്ലാൻ പറഞ്ഞു. ചെറിയ കുട്ടിയോടാണോ ബിസ്മി ചൊല്ലാൻ പറയുന്നത്? വലത്ത് കൈ കൊണ്ട് തന്നെ തിന്നണമെന്ത്? എന്താണ് നിർബന്ധം? അടുത്തുള്ളത് തന്നെ കഴിച്ചാൽ എന്താണ്? അപ്പുറത്തുള്ളത് തിന്നുകൂടെ? ഇങ്ങനെ ഒരാൾ ചോദിക്കാൻ തുടങ്ങിയാൽ എന്താണ് ഒരാൾക്ക് ചോദിച്ചുകൂടാത്തത്? നിങ്ങൾ ദുനിയാവിൽ എന്തു വലിയ നന്മയും എടുത്തുകൊണ്ട് വന്നോളൂ, എത്ര വലിയ നന്മയും. ഈ രീതിയിലാണെങ്കിൽ അതെല്ലാം തിന്മയായി അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഈ രീതിയിലാണെങ്കിൽ ഒരാൾ തൻ്റെ ഉമ്മാക്ക് നല്ല വിലപിടിപ്പുള്ള ഒരു സമ്മാനം, ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു എന്ന് വിചാരിക്കാം. വിലപിടിപ്പുള്ളതല്ല, കുറച്ച് വിലയുള്ളത് വാങ്ങിച്ചു കൊടുത്തു. എന്താ ഒരാൾ കണ്ടാൽ പറയാം, ഒരു ഉമ്മാനെ പരിഗണിച്ചു, നല്ലൊരു വസ്ത്രം വാങ്ങിച്ചു കൊടുത്തല്ലോ. വേണമെങ്കിൽ നിനക്ക് പറയാം, നിന്റെ ഉമ്മാക്ക് വേറെ മാക്സ് ഇല്ലേ, വേറെ സാരില്ലേ, എത്ര ഡ്രസ്സ് ഉണ്ട്, ഇവിടെ പട്ടിണി എടുക്കുന്ന എത്ര ആളുകളുണ്ട്, നിനക്ക് അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തുകൂടെ? നമുക്ക് നിങ്ങൾ കാര്യമാകെ മാറി മറിഞ്ഞു. ഇസ്ലാമാണോ തിന്മയാണ്? ഇസ്ലാമാണോ അതിക്രമമാണ്? ഇസ്ലാമാണോ പ്രാകൃതമാണ്? നന്മ ഏതാണ്, തിന്മ ഏതാണ് എന്ന് യാതൊരു ധാരണകളുമില്ലാതെ കാടടച്ച് എന്താണോ കിട്ടുന്നത് പറയുക. പണ്ട് ആളുകൾ പറയുന്നത് പോലെ സത്യസന്ധനായ ഒരാൾ ഒരു മണിക്കൂർ സംസാരിച്ചു, അയാൾ പറഞ്ഞ മുഴുവൻ സത്യമാണ്. ആ പറഞ്ഞ മണിക്കൂറിൽ ഒരു മിനിറ്റുള്ള എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ പറയും, നീ പറഞ്ഞ കളവാണെന്ന് പറഞ്ഞാൽ അവന് വിഷമമുണ്ടാവും. അവൻ പറഞ്ഞത് സത്യമാണ്. പക്ഷെ ഒരു മണിക്കൂർ നിന്ന് സംസാരിച്ച് മുഴുവൻ കളവ് പറയുന്നവൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു മണിക്കൂറിൽ 59 മിനിറ്റ് സംസാരിച്ചത് ഒരാൾ തള്ളിക്കളഞ്ഞു. ഏതെങ്കിലും ഒന്ന് അവനെടുത്താൽ അവന് സന്തോഷമായി. കള്ളന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന 100 കള്ളങ്ങളിൽ ഒന്നൊരാൾ പരിഗണിച്ചാൽ അവൻ സന്തോഷവാനാണ്. അതല്ലെങ്കിൽ മതനിഷേധികൾ, യുക്തിവാദികൾ ഇവർക്ക് മറുപടി നൽകപ്പെടാഞ്ഞിട്ടാണോ? അതുകൊണ്ട് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്ന രൂപത്തിൽ വികൃതമായ മനസ്സ് പേറുന്ന ആളുകൾ കൊണ്ടുവരുന്ന എല്ലാ ഓരോ വൃത്തികേടുകൾക്കും മറുപടി പറയുക എന്നത് സാധ്യമല്ല.